ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൃഷ്ണഭക്തനായ ത്രിതൻ എന്ന മഹർഷി തീർത്ഥയാത്ര ചെയ്തുകൊണ്ട് ആനർത്തദേശത്തെത്തി. അവിടെ ശുഭകരമായ ഒരു പൊയ്ക കണ്ട് അദ്ദേഹം അതിൽ കുളിച്ച് കൃഷ്ണപൂജ നടത്തി. ആ അവസരത്തിൽ കക്ഷീവാൻ എന്ന ലോഭിയായ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ മഹാശംഖം അപഹരിച്ചു. പൂജാശംഖം കാണാതെ ക്രുദ്ധനായ മഹർഷി തൻ്റെ ശംഖം മോഷ്ടിച്ചവൻ ഒരു ശംഖായി ഭവിക്കട്ടെ എന്ന് ശപിച്ചു. പിന്നീട് ശാന്തനായ മഹർഷി ശിഷ്യനോട് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിച്ചാൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും യാത്രയായി. ഒരു ശംഖായി മാറിയ കക്ഷീവാൻ 100 സംവത്സരം വെള്ളത്തിൽ കിടന്ന് കൃഷ്ണനാമം ജപിച്ചുകൊണ്ടിരുന്നു. ഭക്തവത്സലനായ ഭഗവാൻ അവിടെ എത്തി തൃക്കൈകൾ കൊണ്ട് ആ ശംഖിനെ വെള്ളത്തിൽ നിന്നുയർത്തി. കക്ഷീവാൻ ശംഖരൂപം വിട്ട് ദിവ്യരൂപം കൈക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ എല്ലാവരും കാണുകെ ദിവ്യമായ ഒരു വിമാനത്തിൽ കയറി കക്ഷീവാൻ വൈകുണ്ഠത്തിലേക്കു യാത്രയായി. ഈ സ്ഥലമാണ് ശംഖോദാരണം. സ്നേഹത്തോടെ ഒന്ന് ഭഗവത് നാമം ചൊല്ലിയാൽ ഓടിയെത്തില്ലേ നമ്മുടെ ഭഗവാൻ. പിന്നെയാണോ മോക്ഷം കൊടുക്കാതിരിക്കുന്നത്? ഈ കലികാലത്ത് നാമം ചൊല്ലി ഭഗവാനെ സ്നേഹിച്ച് നമുക്കേവർക്കും ഭഗവത് പാദത്തിങ്കൽ ലയിച്ചു ചേരാൻ പ്രാർത്ഥിക്കാം. രാധേശ്യാം.